എപ്പിസോഡ് തുടങ്ങുന്ന തന്നെ നമ്മുടെ ഹീറോ ആണെങ്കിൽ ഹീറോയിനെ കാണാൻ വേണ്ടിയിട്ട് കോർട്ടിൽ വന്നത് കാണിച്ചുകൊണ്ടാണ്. അവിടെയാണെങ്കിൽ ഇവനെ കാണുന്നത് നമ്മുടെ നായിക ഭയങ്കരമായിട്ട് ഷോക്കാവും. ഉടനെ തന്നെ അവൻ പറയും, ഞാനിവിടെ വന്നിരിക്കുന്നത് നിങ്ങളുടെ ഹസ്ബൻഡ് എന്ന ഒരു ലെറ്റർ നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ടാണ്. അദ്ദേഹത്തിന് വരാൻ പറ്റത്തില്ല, പകരം എൻ്റെ കയ്യിൽ ലെറ്റർ തന്നു കിട്ടും. ഇത് കേൾക്കുന്നതെന്ന് നമ്മളുടെ നായിക വിചാരിക്കും, ഇപ്പോഴും പോലും അവൻ എന്നെ കാണാൻ വരണമെന്ന് ഒരാഗ്രഹവും ഇല്ലേ എന്ന്. അങ്ങനെ ഇരിക്കാൻ നേരത്ത് നമ്മുടെ ഹീറോ ആണെങ്കിൽ അവിടെ ലെറ്റർ വായിക്കാൻ തുടങ്ങും. ഞാനാണെങ്കിൽ നിന്നെ ആദ്യമായിട്ട് കണ്ട ഡേറ്റ് ഓർക്കുന്നുണ്ട്. സത്യത്തിൽ നമ്മൾ രണ്ടുപേരും എൻ്റെ ഹാപ്പി ആയിട്ടാണ് ജീവിച്ചിരുന്നത്. നമുക്ക് രണ്ടുപേർക്കിടയിൽ ഒരുപാട് ഫൈറ്റും ഉണ്ടായിട്ടുണ്ട്. എന്തൊക്കെയായിരുന്നാലും എല്ലാ ഫൈറ്റിൻ്റെ അവസാനം ഞാൻ നിന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നത്, നീയാണ് എല്ലാത്തിനും കാരണക്കാരി എന്ന് എനിക്കിപ്പം മനസ്സിലായി. അതായത് ഞാൻ എൻ്റെ ഡ്രീം വിട്ടിട്ട് വന്നു എന്ന് പറഞ്ഞാൽ അതിന് നിന്നെ കുറ്റം പറഞ്ഞതിൻ്റെ പേരിലാണ് നീ ഇപ്പോൾ ഡിവോഴ്സ് വേണമെന്ന് പറയുന്നതെന്ന്. എന്തൊക്കെയായിരുന്നാലും ഞാൻ നിൻ്റെ കൂടെ ജീവിക്കാനാണ് ആഗ്രഹിക്കുന്നത്. എനിക്കറിയാം ഇപ്പോൾ ഒരുപാട് ലേറ്റായി പോയി എന്നൊക്കെ. അങ്ങനെയൊക്കെ അവനാണെങ്കിൽ ആ ലെറ്റർ വായിക്കും. അവൻ തന്നെ എഴുതിയ ലെറ്റർ അല്ലേ അവൻ വായിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ കേൾക്കുന്നത് നമ്മുടെ നായികയ്ക്കും ഭയങ്കര സങ്കടമാവും. അവസാനം കോർട്ടിലെ ജഡ്ജി ആണെങ്കിൽ അവിടെ അനൗൺസ് ചെയ്യും, അതായത് നമ്മുടെ നായികയ്ക്കും നായകനും ഡിവോഴ്സായി എന്ന്. അവിടെയാണെങ്കിൽ നമ്മുടെ ഹീറോയ്ക്ക് നല്ല സങ്കടം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മളുടെ ഈ നായികയാണെങ്കിൽ അവളുടെ വീട്ടിലായിട്ട് വന്നിട്ട് അവളുടെ കുട്ടികളുടെ അടുത്ത് പറയുന്നതാണ്, അതായത് ഞാനും നിങ്ങളുടെ അച്ഛനും ഡിവോഴ്സായി എന്ന്. ഇത് കേൾക്കുന്നതും ആ പിള്ളേർക്ക് രണ്ടുപേർക്കും ഭയങ്കര സങ്കടമാവും. അതിനകത്ത് ആ ചെറുക്കനാണെങ്കിൽ ഇപ്പോൾ ബാസ്കറ്റ് ബോൾ കളിക്കാൻ പോലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതേപോലെ തന്നെ അവരുടെ മോളില്ലേ, അവൾക്ക് ഇപ്പോൾ ഭയങ്കര സങ്കടമായിരുന്നു. അവളും ഭയങ്കരമായിട്ട് കിടന്ന് കരയാൻ തുടങ്ങും. അവൾ അവിടെയാണെങ്കിൽ വിഷമം സഹിക്കുക വയ്യാഞ്ഞ് സ്കൂളിലെ വേസ്റ്റൊക്കെ ക്ലീൻ ആക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കവർ എടുത്ത് വെച്ചോട്ട് നടക്കുക. എന്നാൽ അവൾ അവിടെ എല്ലാം വൃത്തികേടാക്കുക ചെയ്യുന്നത്. ഇതൊക്കെ നമ്മളുടെ ഹീറോയും കാണും. അവനും ഇത് കാണുന്നേ നല്ല സങ്കടം ഉണ്ടായിരുന്നു. അവനും എന്ത് പറഞ്ഞ് അവരെ സമാധാനിപ്പിക്കണമെന്നറിയത്തില്ല. അങ്ങനെ ഇരിക്കാൻ നേരത്ത് നമ്മുടെ ഈ പെങ്കൊച്ചിൻ്റെ അടുത്ത് ആ റൗഡി ചെറുക്കനില്ലേ, അവൻ വന്നിട്ട് ചോദിക്കും, നിന്റെ അച്ഛനും അമ്മയ്ക്കും ഇപ്പോൾ ഡിവോഴ്സ് ആയി അല്ലേ? ഇത് കേൾക്കുന്നേ അവൾ പറയും, എൻ്റെ മൂഡിപ്പോൾ ശരിയല്ല, എന്നോട് നീ അധികം സംസാരിക്കാണ്ടിരിക്കുന്നതായിരിക്കും നിനക്ക് ബെറ്റർ എന്ന്. ഇതും പറഞ്ഞിട്ട് അവൾ അവിടെ നിന്നങ്ങ് പോവും. നമ്മുടെ ഈ റൗഡി ചെറുക്കൻ്റെ അടുത്ത് ആലോചിക്കും, അതായത് ഇവളുടെ അമ്മയാണെങ്കിൽ പറഞ്ഞില്ലേ അച്ഛനും അമ്മയും ഡിവോഴ്സ് ആയി എന്ന്. അത് കേട്ടതിന് ശേഷം ഈ പെങ്കൊച്ചാണെങ്കിൽ ഒരു ഗെയിമിംഗ് റൂമിൻ്റെ അടുത്തായിട്ട് വന്നിട്ട് അവിടെ നിന്ന് നന്നായിട്ട് കരയുന്നുണ്ടായിരുന്നു. ഇത് കാണുന്നേ നമ്മളുടെ ആ റൗഡി ചെറുക്കനില്ലേ, അവനങ്ങ് ഭയങ്കര സങ്കടമാവും. അവനാണെങ്കിൽ അത് കണ്ടിട്ട് ഭയങ്കര കഷ്ടം തോന്നും. അതുകൊണ്ട് അവനിപ്പോൾ അവളുടെ അടുത്ത് സംസാരിക്കാൻ വേണ്ടിയിട്ട് വന്നേക്കുന്നത്. അങ്ങനെ അവൾ അവിടെ നിന്ന് പോകുന്നതും ഇവനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത് പെട്ടെന്ന് തന്നെ അവളുടെ ടീച്ചർ വന്നിട്ട് ചോദിക്കും, ഇവിടെ ആരാടാ ഇങ്ങനെ വൃത്തികേടാക്കിയത് എന്ന്. ഉടനെ തന്നെ അവനാണെങ്കിൽ അവൾക്ക് വഴക്ക് കേൾക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട് ആ സാറിൻ്റെ പറയും, ഞാനാ വൃത്തികേടാക്കിയതെന്ന് പറഞ്ഞ് അവനവിടെ കിടക്കുന്ന ആ ചവറില്ലേ അതെല്ലാം പറക്കി ഇടാനായിട്ട് തുടങ്ങും. ഇത് നമ്മുടെ ഹീറോ കാണും. അവനിപ്പോൾ വിചാരിക്കും, ഇവൻ ഇത്രയ്ക്കും നല്ലവനായോ, ഇവനിത് എന്തു പറ്റിയെന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മളുടെ ഹീറോയിനെയാണ്. അവരാണെങ്കിൽ ഇപ്പോൾ അവരുടെ ജോലി സ്ഥലത്തായിട്ട് ഇങ്ങനെ പോകുന്നത്. അവിടെയായിട്ട് അവരുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു പെണ്ണുണ്ടല്ലോ, അവളാണല്ലോ ഇവർക്ക് മുന്നേയും പാരം ഒടിഞ്ഞത്. ആ പെണ്ണാണെങ്കിൽ വീണ്ടും എടുത്തൊരു പോസ്റ്റ് ഇടും, അതായത് നമ്മളുടെ ഈ നായികയ്ക്കും അവരുടെ ഹസ്ബൻഡിനും ഡിവോഴ്സായി എന്ന്. ഇതിൻ്റെ പേരിൽ വീണ്ടും നമ്മളുടെ നായികയ്ക്കാണെങ്കിൽ ഒരുപാട് ബാഡ് കമൻസ് ഒക്കെ വരും. അവസാനം നമ്മളുടെ നായികനെ അവരുടെ ആ ഓഫീസിലെ ഒരു മാനേജർ വിളിച്ചിട്ട് പറയും, ഇനിയും നിങ്ങളുടെ പേരിൽ ഇത് കണക്ക് റൂമേഴ്സ് വല്ലതും വന്ന് പ്രശ്നമായി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒരിക്കലും നിങ്ങളെ ഈ ജോലിയിൽ വെച്ചേക്കാൻ പറ്റത്തില്ല, നിങ്ങളെ ഇവിടെ നിന്ന് ടെർമിനേറ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. ഇത് കേൾക്കുന്നേ നമ്മളുടെ നായികയ്ക്കാണെങ്കിൽ ഭയങ്കര സങ്കടമാവും. അവളുടെ ലൈഫ് ഇപ്പോൾ ഭയങ്കര കഷ്ടത്തിലൂടെ ആണല്ലോ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇരിക്കാൻ നേരത്ത് നമ്മളുടെ ഹീറോയിനാണെങ്കിൽ ഒരു പാഴ്സൽ വരും. അതെടുത്ത് വെച്ച് വായിച്ചു നോക്കുമ്പോൾ എന്തുവാ അതിനകത്ത് എഴുതിയിരിക്കുന്ന, ഞാൻ നിങ്ങളുടെ ഒരു ഭയങ്കര ഫാനായെന്ന്. അതിനകത്താണെങ്കിൽ ഒരു ചെരുപ്പും ഉണ്ടായിരുന്നു. ഇതിട്ട് നോക്കുന്നത് അവൾക്കാണെങ്കിൽ കറക്റ്റ് സൈസാണ്. ഇത് കാണുന്നത് നമ്മളുടെ നായികയ്ക്ക് ഭയങ്കര സന്തോഷമാണ്. അവർ വിചാരിക്കും, എന്നാലും എനിക്കും ഫാൻസ് ഉണ്ടല്ലോ എന്ന്. അവിടെയായിട്ട് വരുന്ന ഒരാളാണെങ്കിൽ പറയും, എന്നാലും നിങ്ങളുടെ ഫാൻ കൊള്ളാലോ, നിങ്ങളുടെ ചെരുപ്പിൻ്റെ കറക്റ്റ് സൈസ് തന്നെ ആണല്ലോ നിങ്ങൾക്ക് വാങ്ങിച്ചു തന്നേക്കുന്നതെന്ന് പറഞ്ഞ് കളിയാക്കിയിട്ട് പോകും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മുടെ ഹീറോയിനെയാണ്. അവനാണെങ്കിൽ ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ നടന്നു വരുന്നത്. അവിടെയായിട്ട് അവൻ്റെ മോനെയും മോളെയും കാണും. രണ്ടുപേരും കൂടി ഓടി ഒരാളെ കെട്ടിപ്പിടിക്കുന്നേ കാണുന്നത്. ഇത് കാണുന്നത് നമ്മുടെ ഹീറോയ്ക്കൊന്നും മനസ്സിലാവത്തില്ല. വന്ന് നോക്കും എന്തോ അത് വേറെ ആരുമല്ല, നമ്മുടെ ഹീറോയുടെ അച്ഛൻ തന്നെയാണ്. ഈ കുട്ടികളാണെങ്കിൽ അപ്പൂപ്പാന്നും വിളിച്ചിട്ട് ആ ഓടി ചെല്ലുന്നത്. സത്യം പറഞ്ഞാൽ ഇത് കാണുന്നത് നമ്മുടെ ഹീറോ ഭയങ്കരമായിട്ടങ്ങ് ഞെട്ടിപ്പോയായിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവനാണെങ്കിൽ നമ്മുടെ നായികയുടെ കൂടെ ജീവിക്കാൻ തുടങ്ങിയതിന് ശേഷം അവനവൻ്റെ അച്ഛനായിട്ട് ഒരു കോണ്ടാക്ട് പോലും വെച്ചിട്ടില്ല. അവനിപ്പോൾ വിചാരിക്കും, എന്നാലും എൻ്റെ കുട്ടികൾക്ക് എങ്ങനെയാണ് എൻ്റെ അച്ഛനെ അറിയാവുന്നത് എന്ന്. അവനാണെങ്കിൽ ഭയങ്കര ഷോക്കായിരുന്നു. അവനതിൽ നടന്നു പോകുന്നത് ഈ അപ്പൂപ്പ ഇവനെ കാണുന്നേ ഭയങ്കരമായിട്ട് സൂക്ഷിച്ചു നോക്കും. എന്നിട്ട് അടുത്ത് വന്നിട്ട് പറയും, ഇതെൻ്റെ മോനെ പോലെ ഉണ്ടല്ലോ എന്ന്. ഉടനെ തന്നെ നമ്മളുടെ നായകൻ്റെ മോൻ പറയാൻ തുടങ്ങും, അയ്യോ അപ്പൂപ്പ ഇതെൻ്റെ ഫ്രണ്ടാണ്, അതായത് അച്ഛൻ്റെ ഫ്രണ്ടിൻ്റെ മോൻ. ഇത് കേൾക്കുന്നതും ആ അപ്പൂപ്പൻ പറയും, ബാ മക്കളെ ഞാൻ നിങ്ങളെയും കൊണ്ട് ഫുഡൊക്കെ വാങ്ങിച്ചു തരാം എന്ന്. അങ്ങനെ അവരങ്ങോട്ട് പോവും.
ഇവിടെ നമ്മളുടെ ഹീറോ ആണെങ്കിൽ ഭയങ്കര ഷോക്കിങ്ങിൽ നോക്കിക്കൊണ്ട് നിൽക്കുമായിരുന്നു. അവനാണെങ്കിൽ അവൻ്റെ അച്ഛനെ കാണുന്നതിന് ഭയങ്കര ഇമോഷണലും ആയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന ഈ അപ്പൂപ്പനാണെങ്കിൽ നമ്മുടെ ഈ 2 കുട്ടികൾക്കും കൂടി ഫുഡൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് പറയും, ഞാൻ അറിഞ്ഞു നിങ്ങളുടെ അച്ഛനും അമ്മയും ഡിവോഴ്സ് ആയി എന്ന്. എന്തൊക്കെയായിരുന്നാലും ഞാൻ നിങ്ങളെ കൈവിടില്ല, ഞാൻ എപ്പോഴും നിങ്ങളെ കാണാൻ വരാം എന്നൊക്കെ പറയും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ ഹീറോ ആണെങ്കിൽ ഈ അപ്പൂപ്പനെ ഫോളോ ചെയ്ത് പോകുന്നതാണ്. അയാൾ എവിടെയൊക്കെ പോകുന്നോ അയാളുടെ പുറകെ ഇവനും പോകാനായിട്ട് തുടങ്ങും. ഇവൻ്റെ അച്ഛനാണെങ്കിൽ ഒരു ബസ് ഡ്രൈവറാണ്. അയാൾ ഇങ്ങനെ ബസ് ഓടിച്ചുകൊണ്ടിരിക്കാൻ നേരത്ത് അതിലായിട്ട് ഒരാൾ വന്നിട്ട് അയാൾ നമ്മളുടെ ഈ അച്ഛൻ്റെ അടുത്ത് ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങും. ഇത് കാണുന്നേ നമ്മുടെ ഹീറോയ്ക്ക് സഹിക്കത്തില്ല. അവൻ വന്നിട്ട് അയാളെ തടയും, എന്നിട്ട് വഴക്ക് പറയും. ഇത് കാണുന്നേ നമ്മുടെ ഹീറോയുടെ അച്ഛനാണെങ്കിൽ പറയും, എടാ മോനെ, നീ എൻ്റെ മോൻ്റെ കൂട്ടുകാരൻ്റെ മോനല്ലേ, എന്തൊക്കെയായിരുന്നാലും നീ വാ, ഞാൻ നിനക്ക് ട്രീറ്റ് തരാമെന്ന് പറഞ്ഞിട്ട് ഇവനെ വിളിച്ചുകൊണ്ട് വരും. ഇവിടെ സത്യത്തിൽ നമ്മുടെ ഹീറോ ഭയങ്കര ഇമോഷണൽ ആയിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ അച്ഛനുമായിട്ട് കോണ്ടാക്ട് വെച്ചിട്ട് തന്നെ ഇപ്പോൾ കുറേ കാലമായില്ലേ. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന ഇവർ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അവിടെയാണെങ്കിൽ നമ്മുടെ ഹീറോ ഇവൻ്റെ അച്ഛനെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. പെട്ടെന്ന് തന്നെ ഈ അച്ഛനാണെങ്കിൽ ഫുഡ് കഴിക്കുന്നത് അയാളുടെ ഷർട്ടിലായിട്ട് കുറച്ച് കറി വീഴും. പെട്ടെന്ന് തന്നെ അയാൾ പറയും, അയ്യോ എൻ്റെ മരുമോൾ എനിക്ക് വാങ്ങിച്ചു തന്ന ഷർട്ടാണെന്ന് പറഞ്ഞിട്ട് അയാൾ വേഗം തന്നെ വാഷ്റൂമിലോട്ട് ഇറങ്ങി എങ്ങോടും. ഇത് കേൾക്കുന്നത് നമ്മുടെ ഹീറോ ഭയങ്കര ഷോക്കായി പോയായിരുന്നു. എന്താണെന്ന് വെച്ചാൽ അവൻ്റെ വൈഫും ഈ അച്ഛനുമായിട്ട് കോണ്ടാക്ട് വെക്കുന്നുണ്ടായിരുന്നു എന്നുള്ള കാര്യം അറിഞ്ഞിട്ട്. അങ്ങനെ അയാൾ തിരിച്ചാണെങ്കിൽ വരുന്നതും നമ്മുടെ ഹീറോ ആണെങ്കിൽ ചോദിക്കും, ഇന്ന് അച്ഛൻ്റെ ബർത്ത്ഡേ ആണല്ലേ. ഉടനെ തന്നെ അയാൾ ചോദിക്കും, അത് മോൻ എങ്ങനെ മനസ്സിലായി? അപ്പോൾ അവൻ പറയും, അത് മരുമോള് വാങ്ങി തന്ന ഷർട്ടാന്ന് പറഞ്ഞപ്പോൾ ഞാൻ ജസ്റ്റ് ഗസ് ചെയ്തതാ എന്ന്. ഇത് കേൾക്കുന്നത് അയാൾ പറയും, അതെ എനിക്ക് എൻ്റെ മരുമോള് വാങ്ങി തന്നതാണെന്നും പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് സന്തോഷിക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ ഹീറോ ആണെങ്കിൽ ബില്ലൊക്കെ പേ ചെയ്ത് പുറത്തോട്ട് ഇറങ്ങുന്നതാണ്. അവിടോട്ട് ഇറങ്ങുന്നതും ഈ അച്ഛൻ വന്നിട്ട് പറയും, നീ പേ ചെയ്യേണ്ടായിരുന്നല്ലോ, ഞാൻ നിന്നെ വിളിച്ചുകൊണ്ടല്ലേ വന്നത്, ഞാനല്ലായിരുന്നു അപ്പോൾ ട്രീറ്റ് തരേണ്ടേ. അപ്പോൾ നമ്മളുടെ ഹീറോ പറയും, അതൊന്നും സാരമില്ല, എന്തൊക്കെയായിരുന്നാലും ഇതെൻ്റെ വക ഇരിക്കട്ടെ എന്ന്. അവിടെ നമുക്കാണെങ്കിൽ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ നായികയില്ലേ, അവരാണെങ്കിൽ ഡിവോഴ്സ് ആയ സമയത്ത് ഇവൻ്റെ അച്ഛനെ കാണാൻ വേണ്ടിയിട്ട് വന്നായിരുന്നു. അപ്പോഴച്ഛനാണെങ്കിൽ പറയും, മോളെ ഞാൻ നിൻ്റെ അടുത്ത് കാരണമൊന്നും ചോദിക്കുന്നില്ല, എന്തായിരുന്നാലും നീ നന്നായിട്ട് വരത്തതേ ഉള്ളൂ, എന്ത് സഹായം വേണമെങ്കിലും ഞാൻ ചെയ്തു തരാം എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന ഇവർ ഡിവോഴ്സ് അതിന് ശേഷം ഈ അച്ഛൻ്റെ ബർത്ത്ഡേ ആവുന്നതാണ്. ആ സമയത്ത് നമ്മുടെ നായിക അച്ഛന് വേണ്ടിയിട്ടൊരു ഷർട്ട് വാങ്ങി അയച്ചു കൊടുക്കും. ഇത് കാണുന്നേയും അയാൾക്ക് ഭയങ്കര സന്തോഷവും. അയാൾ വിചാരിക്കും, ഡിവോഴ്സ് ആയതിനു ശേഷം അവൾ എനിക്ക് വേണ്ടിയിട്ട് ഷർട്ട് വാങ്ങി തന്നല്ലോ എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹീറോ ആണെങ്കിൽ നായികയ്ക്ക് മെസ്സേജ് അയക്കുന്നേ, ഇത്രയും കാലം എൻ്റെ അച്ഛനെ നല്ലതുപോലെ നോക്കിയതിന് ഒരുപാട് നന്ദിയുണ്ട് എന്നും പറയട്ടെ. ഇത് വായിക്കുന്നേ നമ്മുടെ നായികയ്ക്കും ഭയങ്കര സങ്കടമാവും. ആ സമയത്ത് നമുക്കൊരു ഫ്ലാഷ് കാണിക്കും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നായികയാണെങ്കിൽ ട്വിൻസ് ആയിട്ടുള്ള കൊച്ചുങ്ങളുമായിട്ട് കഷ്ടപ്പെട്ടുകൊണ്ടിരുന്ന സമയത്ത് നമ്മുടെ ഹീറോ എല്ലാ ദിവസവും ജോലിക്ക് പോകത്തില്ലായിരുന്നു. ആ ഒരു ടൈമിലാണ് ഇവൻ്റെ അച്ഛൻ ഇവളെ കാണാൻ വേണ്ടിയിട്ട് വന്നത്. ആ സമയത്ത് നമ്മുടെ നായികയ്ക്ക് ഭയങ്കര പേടിയായിരുന്നു. എന്നാൽ ഈ അച്ഛൻ പറയും, മോളെ നീ പേടിക്കുകയൊന്നും വേണ്ട, ഞാൻ നിന്നെ ശല്യം ചെയ്യാൻ വന്നതൊന്നും അല്ലാന്നും പറഞ്ഞ് അയാൾ വന്നിട്ട് ഇവക്ക് ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കും. കൂട്ടത്തിൽ കുറച്ച് പണവും തന്നിട്ട് അവിടെ നിന്ന് പോകുന്നത്. എന്നിട്ട് പറയും, നീ ഞാൻ വന്ന കാര്യം എൻ്റെ മോൻ്റെ അടുത്ത് പറയണ്ട എന്ന്. അങ്ങനെയാണ് ഇവർ രണ്ടുപേരും ഇത്രയ്ക്ക് കൂട്ടായത്. അതിനുശേഷം കാണിക്കുന്നേ നമ്മുടെ ഹീറോയുടെ ഫ്രണ്ടിനെയാണ്. അവരാണെങ്കിൽ ഇപ്പോൾ ഭയങ്കര സങ്കടത്തിലായിരുന്നു. അങ്ങനെ നമ്മുടെ ഹീറോ ആണെങ്കിൽ ഇവിടെ വന്നിട്ട് ചോദിക്കും, എന്ത് പറ്റിയടാ, എന്താ നീ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നേ എന്ന്. അവിടെയാണെങ്കിൽ നമ്മുടെ ഹീറോയുടെ ഫ്രണ്ടാണെങ്കിൽ അവൻ്റെ ആ ടീച്ചറിനെ അല്ലേ ചെന്ന് പ്രപ്പോസ് ചെയ്തായിരുന്നു. അപ്പോൾ അവർ പറയും, എനിക്കൊരിക്കലും എൻ്റെ സ്റ്റുഡൻറ്റിൻ്റെ അച്ഛനെ ഡേറ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്ന്. ഇതറിഞ്ഞിട്ടാണ് നമ്മളുടെ ഈ കൂട്ടുകാരൻ ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ടിരിക്കുന്നത്. അവനാണെങ്കിൽ അവിടെ ഹീറോ എടുത്ത് പറയും, നിന്നെ കാരണം കല്യാണം കഴിക്കാത്ത എനിക്ക് ഒരു ലൈൻ പോലും കിട്ടാത്ത അവസ്ഥയായി, നീ എൻ്റെ മോനാണെന്ന് പറഞ്ഞതുകൊണ്ടല്ലേ ഇപ്പോൾ ആ ടീച്ചർ എന്നെ വേണ്ടാന്ന് വെച്ചത് എന്ന്. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതേ നമ്മുടെ ഹീറോയിൻ്റെ ആ കൂട്ടുകാരിയില്ലേ, അവൾ അവിടെ ഇരുന്നിട്ട് കേൾക്കും. ഇവിടെ ഇത് കേൾക്കുന്നേ ഭയങ്കരമായിട്ട് ഷോക്കായി പോയായിരുന്നു. അതേസമയം തന്നെ നമ്മുടെ ഈ ഫ്രണ്ടാണെങ്കിൽ നമ്മുടെ ഹീറോനെ അവൻ്റെ ഒറിജിനൽ പേര് പറഞ്ഞ് വിളിക്കുകയും ചെയ്യും. ഇത് കേൾക്കുന്ന ആ കൂട്ടുകാരി പെണ്ണിനെ ഭയങ്കരമായിട്ട് കൺഫേം ആവും. അതായത് ഇതാണെങ്കിൽ അവളുടെ ഫ്രണ്ടിൻ്റെ ഹസ്ബൻഡ് തന്നെയാണ്. അവരിവിടെ വന്ന് ഷോക്കായിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. ഇത് കാണുന്ന നമ്മുടെ ഹീറോയും ഹീറോയുടെ ഫ്രണ്ടും ഭയങ്കരമായിട്ട് ഞെട്ടിപ്പോയായിരുന്നു. അവർക്കും ഇവിടെ എന്ത് പറയണമെന്ന് അറിയത്തില്ല. അതേസമയം തന്നെ കറക്റ്റായിട്ട് നമ്മുടെ ഹീറോയിൻ അവിടോട്ട് വരും. അവളെ കാണുന്നതും നമ്മുടെ നായകൻ ഭയങ്കരമായിട്ട് അങ്ങ് പേടിച്ചുമായിരുന്നു. എന്താണെന്ന് വെച്ചാൽ ഇനി കൂട്ടുകാരി പെണ്ണങ്ങാണ് സത്യം തുറന്നു പറഞ്ഞാലോ എന്നും പേടിച്ചിട്ട് അവനും ഇങ്ങനെ പേടിച്ച് നോക്കിക്കൊണ്ടിരിക്കുന്നേ. പെട്ടെന്ന് തന്നെ നമ്മളുടെ നായിക അവിടെ പറയും, എങ്കിൽ പിന്നെ നിങ്ങളെല്ലാവരും സംസാരിച്ച് നിൽക്ക്, ഞാനാണെങ്കിൽ പിന്നീട് വരാമെന്ന് പറഞ്ഞാൽ അവൾ അവിടെ നിന്ന് പോവും. ഇത് കാണുന്നേ നമ്മളുടെ നായകന് കുറച്ച് സമാധാനമാവും. സത്യത്തിൽ ഇവിടെയാണെങ്കിൽ ആ കൂട്ടുകാരി പെണ്ണിനെ വിശ്വസിക്കാൻ കൂടി പറ്റുന്നില്ല. ഇത് നമ്മളുടെ നായകൻ തന്നെയാണ്. എന്താണെന്ന് വെച്ചാൽ ഇത്രയും നാൾ അവൾ ഇവനെ വളയ്ക്കാൻ വേണ്ടിയിട്ട് സൈറ്റ് അടിച്ച് നടക്കുമായിരുന്നു. എന്നാൽ അവൾക്കിപ്പോൾ വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതായത് നമ്മളുടെ 40 വയസ്സുകാരനുള്ള ഹീറോയിനെയാണ് അവൾ ഇത്രയും കാലം നോക്കിക്കൊണ്ടിരുന്നത് എന്ന് ആലോചിച്ചിട്ട്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത ദിവസം സ്കൂളിലായിട്ട് ബാസ്കറ്റ് ബോളിൻ്റെ ടീമിലേക്കുള്ള സെലക്ഷൻ നടക്കുന്നതാണ്. അവിടെ നമ്മളുടെ ഹീറോ
ഹീറോയും അതേപോലെ തന്നെ അവൻ്റെ മോന് സെലക്ട് ആവും. അവർക്കാണെങ്കിൽ നല്ല സന്തോഷം ഉണ്ടായിരുന്നു. അതേസമയം തന്നെ നമ്മുടെ ഹീറോയുടെ ഫ്രണ്ടായിട്ടുള്ള ആ ടീച്ചറില്ലേ ചായ് എന്ന് പറയുന്ന, അവൻ എന്ത് ചെയ്യുമെന്നറിയാവോ, എല്ലാ പേരൻസിനെയും പോയി കണ്ടിട്ട് പറയും നിങ്ങളുടെ കുട്ടീനെ ടീമിൽ വെച്ചേക്കണമെങ്കിൽ നിങ്ങളെല്ലാവരും എനിക്ക് 3 ലക്ഷം രൂപ തരണോ എന്ന്. സത്യത്തിൽ ഇവനാണെങ്കിൽ ഭയങ്കര ഫ്രോഡാണ്. ഇവനാണെങ്കിൽ എല്ലാവരും പറ്റിച്ചു എടുത്തൊക്കെയാണ് കാശുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇത് കേൾക്കുന്നതും എല്ലാവരും ഭയങ്കരമായിട്ട് ഞെട്ടിപ്പോവും. അതേപോലെ തന്നെ ഇവൻ നമ്മളുടെ നായിക എടുത്ത് വന്നിട്ട് പറയും നിന്റെ മോനെ ടീമിൽ വെച്ചേക്കണമെങ്കിൽ നീ 3 ലക്ഷം രൂപ തരണോ എന്ന്. ഇത് കേൾക്കുന്നേ നമ്മുടെ നായിക ചോദിക്കും അവനവൻ്റെ ടാലൻറ്റ് വെച്ചിട്ടല്ലേ ആ ടീമിൽ ജോയിൻ ചെയ്തത്, പിന്നെ ഞാൻ എന്തിനാ നിനക്ക് ക്യാഷ് തരുന്നത് എന്നാൽ അവൻ പറയാം അങ്ങനെയൊന്നുമില്ല, പൈസ തന്നാലേ അവനെ ടീമിൽ വെച്ചേക്കത്തുള്ളൂ എന്ന്. ഇവിടെ നമ്മുടെ നായികയാണെങ്കിൽ അവൻ പറയുന്നതൊക്കെ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കും. എന്നാൽ അവൻ അത് കറക്റ്റായിട്ട് കണ്ടുപിടിക്കും. എന്നിട്ട് പറയും നിന്റെ ആ ആങ്കറിങ് പരിപാടിയൊന്നും ഇവിടെ കാണിക്കേണ്ട യാതൊരു ആവശ്യമില്ല, മര്യാദയ്ക്ക് പൈസ തന്നോ, ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ നിന്റെ മോനെ ഒരിക്കലും പ്ലേ ചെയ്യാൻ സമ്മതിക്കത്തില്ല എന്ന്. നമ്മുടെ നായികയാണെങ്കിൽ അവനെ എങ്ങനെ കെണിയിലാക്കാന്നുള്ള ആലോചനയിലാണ് ഇരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മളുടെ ഹീറോയിനെയാണ്. അവനാണെങ്കിൽ ഇപ്പോൾ വന്നിരിക്കുന്നത് തന്നെ അവൻ്റെ അമ്മയുടെ കല്ലറയുടെ അടുത്തായിട്ടാണ്. ഇന്നാണ് അവൻ്റെ അമ്മയുടെ ഓർമ്മ ദിവസം. അവിടെ നമുക്കൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. ഇവൻ്റെ അമ്മയാണെങ്കിൽ സൈൻ ലാംഗ്വേജ് ഒക്കെ പഠിപ്പിക്കുന്ന ഒരു ടീച്ചറായിരുന്നു. അവരെ കണ്ടിട്ട് നമ്മുടെ നായകനാണെങ്കിൽ ടാറ്റയൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നതും ഇവൻ്റെ അമ്മയ്ക്ക് പെട്ടെന്ന് തന്നെ നെഞ്ചുവേന വരും. അങ്ങനെ ചെക്കപ്പ് ചെയ്ത് നോക്കുമ്പോഴേ മനസ്സിലാവുന്നത് ഇവർക്കാണെങ്കിൽ ക്യാൻസറാണ് എന്ന്. അപ്പോൾ അവർ പറയും നമുക്ക് ഇക്കാര്യം നമ്മളുടെ മോൻ്റെ അടുത്ത് പറയണ്ട എന്ന്. അങ്ങനെ അവൻ്റെ അമ്മയും അച്ഛനും കൂടി ചേർന്നിട്ട് ഓപ്പറേഷനൊക്കെ നടത്താൻ വേണ്ടിയിട്ട് തീരുമാനിക്കും. അതേപോലെ തന്നെ ഇവൻ്റെ അച്ഛൻ നല്ലതുപോലെ കുടിക്കാനും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ നായകനും അവൻ്റെ അച്ഛനും തമ്മിൽ ചെറിയൊരു ഗ്യാപ്പ് വീഴും. അവസാനം നമ്മുടെ നായകൻ അറിയാണ്ടാണ് ഇവർ ഓപ്പറേഷൻ ചെയ്യാൻ പോകുന്നത്. അന്നത്തെ ദിവസം തന്നെ ആയിരുന്നു നമ്മളുടെ നായകൻ്റെ ഒരു കോമ്പറ്റീഷനും. അവൻ അതെല്ലാം വിൻ ചെയ്തിട്ട് തിരിച്ച് വീട്ടിൽ വരുമ്പോഴേ അറിയുന്നത് അവൻ്റെ അമ്മ മരിച്ചുപോയി എന്ന്. എന്താണെന്ന് വെച്ചാൽ ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് അവർ മരിച്ചുപോയത്. ഇതറിയുന്നത് നമ്മളുടെ ഹീറോ ഭയങ്കരമായിട്ട് ഷോക്കാവും. അവനവൻ്റെ അച്ഛനെ നല്ലതുപോലെ വഴക്ക് പറയും. എന്നാലും അച്ഛൻ എൻ്റെ അടുത്തൊരു വാക്കുപോലും പറയാൻ എന്താ എന്നും പറഞ്ഞിട്ട് അവൻ നല്ല ദേഷ്യത്തിലായിരുന്നു. അങ്ങനെ ഇവനും അച്ഛനും തമ്മിൽ നല്ല ഒരു അകൽച്ച വീഴും. അത് കഴിഞ്ഞിട്ടാണ് നമ്മളുടെ നായികയുടെ സംഭവം വരുന്നത്. അവിടെ നമ്മളുടെ നായകനാണെങ്കിൽ അച്ഛൻ്റെ അടുത്ത് പിണങ്ങിയിട്ടല്ലേ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. ഇനി ഒരു സെക്കൻഡ് ഞാൻ ഇവിടെ നിൽക്കത്തില്ല എന്ന് പറഞ്ഞിട്ട് അവൻ്റെ അച്ഛനാണെങ്കിൽ അവനെ ഒരുപാട് ഇവിടെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് നോക്കും. എന്നാൽ നമ്മളുടെ നായകൻ അതൊന്നും കേൾക്കത്തില്ല. ഇപ്പോഴവനാണെങ്കിൽ അതെല്ലാം ആലോചിച്ചിട്ട് നല്ല സങ്കടമുണ്ട്. അവനാണെങ്കിൽ അവൻ്റെ അമ്മയുടെ കല്ലറയുടെ അടുത്ത് ഇരുന്നിട്ട് പറയാൻ തുടങ്ങും ഞാൻ ഇത്രയും കാലം എൻ്റെ അച്ഛനെ മനസ്സിലാക്കിയതേ ഇല്ല, എനിക്കിപ്പോഴാണ് എൻ്റെ അച്ഛനെ നന്നായിട്ട് മനസ്സിലായത് എന്ന്. അവനവിടെ കുറച്ച് നേരം ഇരുന്ന് പ്രാർത്ഥിച്ചിട്ട് അവിടെ നിന്ന് പോകുന്നതും അവിടെയായിട്ട് അവൻ്റെ അച്ഛനും വരും. അച്ഛൻ ഇവനെ കാണുന്നേയും ചോദിക്കും മോൻ എന്താ ഇവിടെ എന്ന്. അപ്പോൾ അവൻ അവിടെ പറയും അതായത് ഞാനും എൻ്റെ അമ്മേനെ കാണാൻ വേണ്ടിയിട്ട് വന്നതാ. അങ്ങനെ ഇവർ രണ്ടുപേരോട് ചേർന്നിട്ട് വീണ്ടും അവൻ്റെ അമ്മയുടെ കല്ലറയുടെ അടുത്തായിട്ട് വരും. അവിടെ ബൊക്കെ ഇരിക്കുമായിരുന്നല്ലോ. അവിടെ അവൻ്റെ അച്ഛൻ പറയും എൻ്റെ മോനാണെങ്കിൽ എൻ്റെ അടുത്ത് വേണ്ടിയിട്ട് കുറേ കാലമായി, ഞാൻ വിശ്വസിക്കുന്നത് തന്നെ അവൻ ഉടനെ തന്നെ എനിക്ക് മാപ്പ് തന്നിട്ട് എൻ്റെ അടുത്തോട്ട് തിരിച്ചു വരുമെന്നാ. ഇത് കേൾക്കുന്നേയും അവിടെയാണെങ്കിൽ നമ്മളുടെ ഹീറോ മനസ്സിൽ വിചാരിക്കും എന്നോട് ക്ഷമിക്കണോ അച്ഛാ എന്ന്. അത് കഴിഞ്ഞിട്ട് അവൻ കാണിക്കുന്ന അവൻ്റെ അച്ഛനെ ഫോളോ ചെയ്ത് പോകുന്നതാണ്. പിന്നീട് കാണിക്കുന്ന 2 ദിവസം കഴിഞ്ഞിട്ട് അവിടെ മാച്ച് നടക്കുന്നതാണ്. അവിടെ ആ മാച്ച് കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ഹീറോയുടെ അച്ഛനും വരും. ഇവൻ്റെ ഈ കളിക്കുന്ന സ്റ്റൈലൊക്കെ കാണുന്നത് നമ്മുടെ ഹീറോയുടെ അച്ഛനാണെങ്കിൽ ഓർമ്മ വരുന്നത് അയാളുടെ മോനെ തന്നെ ആയിരുന്നു. അവനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. അവസാനം നമ്മുടെ ഹീറോ ആണെങ്കിൽ ഈ അച്ഛൻ്റെ മുമ്പിലായിട്ട് വന്നിട്ട് സൈൻ ലാംഗ്വേജ് വെച്ചിട്ട് പറയുക അച്ഛൻ എന്നോട് ക്ഷമിക്കണം, ഞാൻ അച്ഛനോട് ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന്. ഇത് കാണുന്നത് ആ അച്ഛന് മനസ്സിലാവും ഇത് വേറെ ആരുമല്ല, അത് അയാളുടെ മോൻ തന്നെയാണ് എന്ന്. പെട്ടെന്ന് തന്നെ അയാൾക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം വന്നിട്ട് അയാളും സൈൻ ലാംഗ്വേജിൽ പറയും ഒരുപാട് നന്ദിയുണ്ട്, നീയാണ് എന്നോട് ക്ഷമിക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും അവരവരുടെ മിസ്അണ്ടർസ്റ്റാൻഡിങ് ക്ലിയർ ആക്കും. ഈ എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിക്കുന്നു. ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നെന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. ഇറ്റ്സ് സൈനിങ് ഓഫ് MDC.